കഴിഞ്ഞ ദിവസം മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയുണ്ടായി. ഇ ഡിയുടെ അതിക്രമത്തിൽ പ്രതിഷേധവുമായി എത്തിയ സഖാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരുടെ വീടുകൾ സന്ദർശിച്ചു എന്ന് പറയുന്ന ഒരു 7-8 ഫോട്ടോകൾ ചേർത്ത ഒരു പോസ്റ്റായിരുന്നു അത്. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമായത് എന്ന് പറയുന്നത് അതിലെ ഒരു വീട്, ആ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. ഹോളിന്റെ ഫോട്ടോ ആണെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ജീവിത അവസ്ഥയും എല്ലാം മനസ്സിലാകുന്ന തരത്തിലൊരു ഫോട്ടോ. അപ്പൊ ഇതിന് താഴെ കമന്റുകളായും അതിനുശേഷം ട്രോളുകളായും എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഈ സഖാവ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, എന്തിനാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്? കോടികളുടെ അഴിമതി നടത്തിയ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ സുഖമായി പുറത്തിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രതിഷേധിച്ച് ജയിലിൽ പോയ സഖാവിന്റെ കുടുംബത്തെ ഇനി ആര് നോക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ്. അപ്പോൾ എപ്പോഴാണ് ഈ സഖാക്കൾക്ക് ഇനി ഒരു ബോധോദയം ഉണ്ടാകുക? ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടിയും അല്ലെങ്കിൽ പാർട്ടിയിലെ പല വ്യക്തികൾക്ക് വേണ്ടിയും സ്വന്തം ജീവൻ ഇതുപോലെ അപകടത്തിൽ കൊണ്ടെത്തിക്കുമ്പോൾ സ്വന്തം കുടുംബത്തെ ആര് നോക്കുന്ന എപ്പോഴാണ് ഇവർ ഇനി ചിന്തിച്ചു തുടങ്ങുക? ഈ സി പി എമ്മിൻ്റെ ഒരു സ്ട്രക്ചർ, സി പി എമ്മിൻ്റെ ഒരു രീതികൾ ഒന്നും അറിയാത്തവരാണ് ഈ കുടുംബത്തിനെ ഇവർ ജയിലിൽ കിടക്കുമ്പോൾ ആര് നോക്കും എന്ന തരത്തിലൊക്കെ പ്രതികരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം, ഇവർ പുറത്തുള്ളപ്പോൾ, ഇവർ നാട്ടിലുള്ളപ്പോൾ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ പാർട്ടിക്ക് അവരുടെ വീടൊന്നും തിരിഞ്ഞു നോക്കാറില്ല. എന്നാൽ ഏതെങ്കിലും പാർട്ടി സഖാക്കന്മാർ ജയിലഴിക്കുള്ളിലാകുമ്പോഴോ മരണപ്പെടുമ്പോഴോ ഒക്കെ പാർട്ടിക്ക് ഉത്തരവാദിത്തം കൂടുകയും അവരുടെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുകയും അതിൻ്റെ ഒരു നല്ലൊരു വിഹിതം ഈ പിരിക്കുന്ന പാർട്ടിക്കാർ എടുക്കുകയും ചെറിയൊരു വിഹിതം വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു ചടങ്ങ് ഈ പ്രസ്ഥാനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ജയിലഴിക്കുള്ളിൽ കിടക്കുന്ന എന്ന് പുറമേ പറയപ്പെടുന്ന, എന്നാൽ പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കുന്ന ഇവരുടെ കുടുംബത്തിന് ആവശ്യമായ ചിലവും മറ്റു കാര്യങ്ങളും കേസ് നടത്തിപ്പൊക്കെ CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ നടത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പുറത്തു നിൽക്കുന്നവർക്ക് ആർക്കും ആ പാർട്ടിയെക്കുറിച്ചൊന്നും അറിയില്ലെന്നേ, അവരുടെ ഒരു സംവിധാനത്തെക്കുറിച്ച് അറിയാൻ വൈകിട്ടാണ്. പക്ഷേ ഇതിൻ്റെ കൃത്യമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ അടുത്ത കാലത്തൊന്നും പുറം ലോകം കാണാൻ ഇവർ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. വലിയ മാസ് ഡയലോഗൊക്കെ അടിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ട് പോയി പിടികൊടുത്തവരും പോലീസ് ഓടിച്ചിട്ട് പിടിച്ചവരും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ ED ആക്രമിച്ചില്ല, പോലീസിനെ മാത്രമേ ആക്രമിച്ചുള്ളൂ എന്ന തരത്തിൽ കേരള സർക്കാർ ആഭ്യന്തര വകുപ്പ് ഒരു ഔദാര്യം SFI നേതാവിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ സ്വാഭാവികമായും ഈ പാർട്ടി നേതൃത്വം പിണറായി വിജയൻ്റെ വീടുകൾ 12 ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് ED റെയ്ഡ് നടക്കുമ്പോൾ ആദ്യമൊക്കെ എന്ത് വേണമെന്ന് ഒന്ന് ആലോചിച്ച് നിന്നതിന് ശേഷം പാർട്ടി നേതാക്കൾ P ജയരാജനാണ് ആദ്യം, എനിക്ക് തോന്നുന്നു, കണ്ണൂർ പിണറായി സഖാവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം കോഴിക്കോടാണ് സഖാവ് വിജിൽ എന്നിട്ട് എടാ ED എന്ന് വിളിച്ചുകൊണ്ട് ഗേറ്റിൻ്റെ പുറത്തൂടെ ED ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് CBI ഡയറിക്കുറിപ്പ് സിനിമയിലാണെന്ന് തോന്നുന്നു. അല്ലെ, വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ആൾ മമ്മൂട്ടിയുടെ വീട്ടുവാതിക്കൽ വന്ന് കാറ് തുറന്നെങ്കിൽ പുറത്തിറങ്ങി 4ാം കാലം നിന്നുകൊണ്ട് എടാ CBI പുറത്തോട്ടിറങ്ങി വാടാ എന്ന് വിളിക്കുന്ന ദൃശ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ സഖാവ് വിജിലിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കോഴിക്കോട് കണ്ടു. പിന്നീട് തിരുവനന്തപുരത്ത് ശിവകുട്ടി സഖാവിൻ്റെ നേതൃത്വത്തിൽ, ഗോവിന്ദ സഖാവിൻ്റെ നേതൃത്വത്തിൽ, ഡബിൾ റഹീമിൻ്റെ നേതൃത്വത്തിലൊക്കെ വലിയ ആളുകൾ തിങ്ങിക്കൂടുന്നതും അവസാനം ED റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന വാഹനങ്ങൾ തല്ലി തകർക്കുന്നതും അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യാപേക്ഷ ചെന്നപാടെ കോടതി ജാമ്യാപേക്ഷ വലിച്ചു കയറി കുപ്പയിൽ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, കോടതി ആയതുകൊണ്ട് ആ ഭാഷ ഉപയോഗിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ കേരളത്തിലെ ജയിലുകളിൽ നിന്ന് ഇവരെ തിഹാർ ജയിലിലേക്കൊക്കെ കൊണ്ടുപോയാലും അതിശയപ്പെടാനൊന്നുമില്ല. അല്ല, സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങളിൽ പ്രതിഷേധിക്കുന്നത് പോലെയൊക്കെ ഒരു അടവെടുത്ത് നോക്കിയതാണ്. അല്ല, ഇവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. കൃത്യമായ ED അന്വേഷണത്തിൽ വിധേയനാക്കപ്പെട്ട ബിനീഷ് കോടിയേരിക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാമായിരുന്നു, നേതാക്കന്മാർക്കെല്ലാം അറിയാമായിരുന്നു. ഒരു നേതാവ് പോലും ഈ ആക്രമണ സംഭവത്തെ പിടിച്ചു മാറ്റാൻ പോലും ഇവിടെ വരാഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഉത്തമമായ ബുദ്ധിമുട്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ നേതാക്കന്മാരൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഈ തിരുവനന്തപുരത്തെ വീടിൻ്റെ മുന്നിലുണ്ടാകുമ്പോൾ CRPF ജവാന്മാരൊക്കെ അവരുടെ ഷീൽഡുകളും വടികളും തൂക്കുമൊക്കെ കയ്യിലെടുത്ത സമയത്ത് ഈ നേതാക്കന്മാരുടെ മുഖത്ത് വരുന്നൊരു പരിഭവമുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും ഒരു അക്രമ സംഭവം നടന്നാൽ CRPFകാർക്ക് ഈ പറയപ്പെടുന്ന നേതാവാരാണ്, അണി ഏതാണെന്നൊന്നും അറിയില്ലല്ലോ, അടികെട്ടും ചിലപ്പോൾ വെടിയും കൊള്ളും എന്നൊരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും മേഘ പറഞ്ഞു വന്നതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലഴിക്കുള്ളിൽ കിടക്കുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇനി ആരുടെയൊക്കെ പേര് പ്രതികർക്കപ്പെടും എന്ന കാര്യത്തിലും വളരെ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ ഒരു കാഞ്ഞ ബുദ്ധി ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒരുപക്ഷെ കൂടുതൽ ഫോഴ്സിനെ ഇറക്കി അവിടെ അടിച്ചൊതുക്കിയിരുന്നെങ്കിൽ ഇതിലൊരു സീരിയസ്നെസ് ഒരുപക്ഷെ ഈ
സാറുമാർക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് വിചാരിച്ചത് എന്തായാലും ഞങ്ങളോട് പറയാതെയാണല്ലോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും പോലീസിന്റെ സഹായം അവർ തേടിയില്ല. പോലീസ് എന്തെങ്കിലും അവരുടെ ജോലി നിർവഹിക്കാൻ ശ്രമിച്ചു, ഇവരെ സേഫാക്കി. ഇവർ ആരുടെ ശരീരത്തിന് ഒരു പരിക്കും പറ്റാതെ പുറത്തെത്തിക്കാൻ സാധിച്ചു. പാവപ്പെട്ട ടാക്സി ഡ്രൈവർ തൊഴിലാളികളെയൊക്കെ വിളിച്ച് ആശ്വസിപ്പിച്ചത് കൊണ്ടൊന്നും ഇത് സമാധാനിക്കില്ല. ഈ കുരങ്ങന്മാരെ കൊണ്ട്, കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൊടിചോറ് വാരിക്കുന്ന പരിപാടിയാണ് അവിടെ ഇടതുപക്ഷ നേതാക്കന്മാർ കാണിച്ചത് എന്ന കാര്യത്തിൽ സംശയം ലെവലേശം ആർക്കും വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തലയുടെ ചില വക്രബുദ്ധികളെ പറ്റി നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ ഔദ്യോഗിക നേതൃത്വമാണ്, പിണറായി ക്യാമ്പാണ്. കാര്യം താഴെയറ്റത്ത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെയും അങ്ങ് പോളിറ്റ് ബ്യൂറോ വരെയും കേരളത്തിലേറ്റ പരാജയത്തെക്കുറിച്ച് പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ടിരുന്ന സമയത്ത്, തലയിൽ കെട്ടിവെച്ചല്ല, അത് സത്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത്, ഏറ്റവും വലിയ ഹേറ്റ് ക്യാമ്പയിന് വിധേയനാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിഷയം വരുന്നത്. ആ വിഷയത്തോടു കൂടി തെറി വിളിച്ചുകൊണ്ടിരുന്ന, കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അണികളെ ഇറക്കിക്കൊണ്ട് വലിയ പ്രതിഷേധ പരിപാടികൾക്ക് ഈ പരിപാടിയിലൂടെ എത്തിക്കാൻ, വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ എത്തിക്കാൻ CPM നേതൃത്വത്തിന് സാധിച്ചു എന്ന കാര്യം കാണാതെ പോകുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റു ചില ഇടതുപക്ഷ നേതാക്കന്മാരുടെ ചരിത്രം, ഹിസ്റ്ററി നമ്മൾ തിരഞ്ഞു പോകേണ്ടിയിരിക്കുന്നത്. സ്വന്തം മകൾക്ക് 2 ഫുൾ ഓയിൽ സാരി കൊടുക്കണമെന്ന് ലെറ്റർ എഴുതി കൊടുത്തു വിട്ട ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നു. അറിയോ? ഈ കത്തുമായി വരുന്ന രാധ എൻ്റെ മകളാണെന്നും അവൾക്ക് 2 ഫുൾ ഓയിൽ സാരി കൊടുക്കണമെന്നും അടുത്ത മാസത്തെ എൻ്റെ ഓണറേറിയം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഞാൻ അതിൻ്റെ പണം നൽകിക്കോളാമെന്ന് ലെറ്റർ എഴുതി മകളുടെ കയ്യിൽ തുണിക്കടക്കാരന് കൊടുത്തു വിട്ടൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. ഇടതുപക്ഷ മുഖ്യമന്ത്രിയായിരുന്നു. പേര് EMS നമ്പൂതിരിപ്പാടെന്നായിരുന്നു. ധനാഢ്യനായിരുന്ന EMS നാടിന് വേണ്ടി ഇതെല്ലാം കളഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളാണ്. കേട്ടിട്ടില്ല ആ കഥ? ഇനി മറ്റൊരാളെ പറഞ്ഞുതരാം, മേഘയുടെ ജനറേഷന് പരിചയമുള്ളവരിലേക്ക് വരാം. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് IHRDയുമായി ബന്ധപ്പെട്ട് IHRD ഡയറക്ടറായിരുന്ന മകൻ അരുൺകുമാറിനെതിരെ ഒരു ആരോപണം വരും. അന്ന് പത്രസമ്മേളനം വിളിച്ചു കത്തെഴുതിയും VS അച്യുതാനന്ദൻ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത്, നിങ്ങൾ ഏത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വേണമെങ്കിലും എൻ്റെ മകനെതിരെ അന്വേഷണം നടത്തണം. നിങ്ങളുടെ ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ പൊതുജനം അറിയണം. ആ അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അത് നടത്തുക തന്നെ വേണമെന്ന് കത്തെഴുതിയ ഒരു ഇടതുപക്ഷ നേതാവ്, CPM നേതാവ് ഉണ്ടായിരുന്നു, യശസ്വരീരനായ VS അച്യുതാനന്ദൻ. ഇനി അവിടെ നിന്നും ഇങ്ങോട്ട് വരാം. ഇന്നത്തെ തലമുറയ്ക്ക് ഏറെ പരിചിതനായ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ്, പെണ്ണ് കേസും മയക്കുമരുന്ന് കടത്തുവാക്കിയായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ. ആ മനുഷ്യൻ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടാകും. അതിൽ ഈ പറയപ്പെടുന്ന ബിനീഷ് കോടിയേരിക്കെതിരെ ബാംഗ്ലൂരിൽ ലഹരി കടത്ത് കേസ് കണ്ടെത്തുകയും ആ ലഹരി കടത്തിന് ഉപയോഗിച്ച കള്ളപ്പണം ബിനീഷ് കോടിയേരിയുടെ ബന്ധം അന്വേഷിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് ഒത്തിടുകയും ചെയ്തപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബിനീഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. EDയുടെ കയ്യിലുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുവരെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ താൽക്കാലികമായി മാറി നിൽക്കുന്നു എന്ന് ധാർമ്മികമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മാറി നിന്ന പാർട്ടിയുടെ ഒരു സഹായവും പറ്റാത്ത നേതാവിൻ്റെ പേരായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ആ കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമായിരുന്ന തിരുവനന്തപുരത്തെ AKG സെൻറ്ററിലേക്ക് ഒരു പൊതുദർശനത്തിന് പോലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കാതെ ബാംഗ്ലൂരിൽ നിന്നും നേരെ കണ്ണൂരിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്ത കുബുദ്ധി ആരുടേതായിരുന്നു എന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിന് നല്ല വൃത്തിക്കറിയാം. ഈ ED റെയ്ഡ് ഇപ്പോഴും ബിനീഷ് കോടിയേരി പുറത്തു നിൽക്കുകയാണെന്നുള്ളത് ബിനീഷ് കോടിയേരിക്ക് മെമ്പർഷിപ്പ് കൊടുത്തു. അല്ല, അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സംഭവത്തോടു കൂടി ഇച്ചിരി മൈലേജ് കിട്ടിയത് അദ്ദേഹത്തിന് കൂടിയായിരുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് MV നികേഷ് കുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ അല്ലെങ്കിൽ MV നികേഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ പകപോക്കലായിരുന്നുവെങ്കിൽ ഈ ED റെയ്ഡ് ബിനീഷ് കോടിയേരിയുടെ പകപോക്കലായിരുന്നു എന്ന് വിശദീകരിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കാണേണ്ടി വരും. കാരണം ഒപ്പം നിന്നുകൊണ്ട് തൻ്റെ അച്ഛനെ പണ്ട് അച്ഛനെ ആക്രമിച്ച, അദ്ദേഹത്തിനെ വധിക്കാൻ ശ്രമിച്ച ആ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് PR ക്യാമ്പയിനിലൂടെ ആ പ്രസ്ഥാനത്തെ തോൽപ്പിച്ച MV നികേഷ് കുമാറിനെ പോലെ ED റെയ്ഡ് നടക്കുമ്പോൾ ഞാൻ പാർട്ടിക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നു നിന്ന് ഈ പിണറായി വിജയന് വേണ്ടി സിന്ദാബാദ് വിളിക്കുകയും അതിനുശേഷം അദ്ദേഹം കൊടുത്ത മാധ്യമങ്ങൾ കൊടുത്തൊരു ബൈറ്റുണ്ട്, വളരെ ശ്രദ്ധേയമായ ബൈറ്റാണ്. മുമ്പുള്ളവരൊക്കെ നമ്മളോട് എന്ത് ചെയ്തു എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഒരാൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഓടിയെത്തണമല്ലോ. എൻ്റെ കുടുംബം തന്നെയല്ലേ പിണറായി വിജയൻ സഖാവിൻ്റെ കുടുംബവും എന്ന് ചോദിക്കുന്ന ഈ പറയപ്പെടുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയെ നമ്മൾ കണ്ടു. അതിൻ്റെ പിന്നിലുള്ള കഥ എന്താ? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് തികച്ചും
വ്യത്യസ്തമായ നിലപാടായിരുന്നു. ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാടായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം വീണ്ടും മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരുന്നു, കൊടുത്തില്ല. ഇഡി റെയ്ഡിന്റെ പിറ്റേ ദിവസം തന്നെ ബിനീഷ് കോടിയേരിക്ക് പിണറായി വിജയൻ ഇടപെട്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെ അദ്ദേഹം പാർട്ടി മെമ്പർ ആവുകയും ചെയ്തു. പക്ഷെ ബിനീഷ് കോടിയേരി ഇതിനൊക്കെ പിന്നിലുണ്ടെന്ന് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടി അവഗണിച്ചിട്ട് പോലും പാർട്ടിക്കൊപ്പം അല്ല, ഇതിനൊന്നും പിന്നിലുണ്ട്. അദ്ദേഹം കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ തുടരുകയും ഒപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അവിടെ വന്നിരിക്കുമ്പോഴും പണ്ട് നീ കാണിച്ചതും പറഞ്ഞതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്, മറന്നിട്ടില്ല എന്ന് അതിനെ അറിയാതെയെങ്കിലും മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ആ ടോൺ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടിൻ്റെയും VS അച്യുതാനന്ദൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും പ്രസ്ഥാനമാണ് CPM അല്ലേ. മക്കൾക്കെതിരെ വന്ന EMSനെ മാറ്റി നിർത്തുക, VS അച്യുതാനന്ദനും ഈ പറയപ്പെടുന്ന കോടിയേരി ബാലകൃഷ്ണനും മക്കൾക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു നാടാണിത്. ഇതിനോ അപ്പുറത്തേക്ക് VS അച്യുതാനന്ദന് ശേഷം 5 വർഷക്കാലം കഴിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ അന്വേഷണത്തിൽ വെച്ചിട്ട് അദ്ദേഹം 12 മണിക്കൂർ കമ്മീഷന്റെ മുന്നിൽ പോയി ചോദ്യം ചെയ്യൽ ഇരുന്നു കൊടുത്ത മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണ്. ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ്റെ മകൾക്കെതിരെ സിമ്പിൾ പരിപാടിയാണ്. ഒരു മൈനിങ് കമ്പനി ഒരു IT കമ്പനിക്ക് മാസ്പൊടി കൊടുക്കുന്നു. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ പണം കൈപ്പറ്റിയത്, നിങ്ങൾ കൊടുത്ത സർവീസുകൾ എന്തൊക്കെ, മറുപടി പറയാനില്ല. അങ്ങനെ തിരക്കുമ്പോഴാണ് ഇവർക്ക് ഈ IT കമ്പനിയുടെ ഉദ്യോഗസ്ഥരുടെ മുതലാളിയുടെ കുടുംബത്തിന് ഭരണത്തിൽ നല്ല പിടിപാടുണ്ട്, ഇവർക്ക് വേണ്ട എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായും അവരിലേക്ക് വന്ന ഫണ്ടിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തുന്നു. അവരുടെ വീട്ടിൽ, അവർ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. ഇനി ഒരു ഏറ്റവും രസകരമായ കാര്യം, വീണ തൈക്കണ്ടിയുടെ ഒഫീഷ്യൽ അഡ്രസ്സ് ഉണ്ടല്ലോ, ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ അഡ്രസ്സ്, ആ അഡ്രസ്സിൽ ഇതുവരെ റെയ്ഡ് നടന്നിട്ടില്ല. ഒരുപക്ഷെ ഇനി അവിടേക്കായിരിക്കും റെയ്ഡ് പോകാൻ പോകുന്നത്. വീണ ടി, ഡോട്ടർ ഓഫ് പിണറായി വിജയൻ, AKG ഭവനാണ് വീണ തൈക്കണ്ടിയുടെ ഒഫീഷ്യൽ അഡ്രസ്സ്. അവിടുത്തെ ഫ്ലാറ്റിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഒക്കെ. അപ്പോൾ AKG ഭവനിൽ ഇതുവരെ റെയ്ഡിന് പോയിട്ടില്ലല്ലോ. എന്തായാലും വീണ തൈക്കണ്ടിയുടെ പേരിലുള്ള HDFC ബാങ്കിൻ്റെ ലോക്കർ തുറക്കും എന്ന് ED അറിയിച്ചിട്ടുണ്ട്. വീണ തൈക്കണ്ടിയെയും കർത്തായുടെ മകനെയും വീണ്ടും ചോദ്യം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ഇനിയും അന്വേഷണവുമായി മുന്നോട്ട് പോകും. ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട പാർട്ടി സഖാക്കന്മാർ, പാർട്ടിയെ സ്നേഹിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റുകൾ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പിണറായി വിജയനെതിരെ നടക്കുന്ന പിണറായി വിജയനെ ഒതുക്കാൻ നടക്കുന്ന ഒരു അന്വേഷണമല്ല. ഇത് പിണറായി വിജയൻ്റെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന, നിങ്ങളുടെ മുഖ്യമന്ത്രി, നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, ഈ നാടിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന, ധർമ്മടത്തിൻ്റെ MLA ആയിരിക്കുന്ന ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ്റെ പിണറായി വിജയൻ്റെ മകളോടുള്ള അന്വേഷണമല്ല, ഒരു സാധാരണക്കാരനായ കണ്ണൂരുകാരനായ ഒരു വിജയൻ്റെ മകൾക്കെതിരെയുള്ള അന്വേഷണം എന്ന് മാത്രം കണ്ടാൽ മതി. ഇതാരും രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നതല്ല, മനസ്സിലാക്കണം. ഇനിയും ED വരും, ചിലപ്പോൾ വേറെ പല ഏജൻസികളും അന്വേഷണത്തിന് വന്നേക്കാം. നിങ്ങൾ വെറുതെ ഇവർക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കാനോ, കൊടി ഉയർത്താനോ, വണ്ടി തല്ലിപ്പൊളിക്കാനോ, അവരെ കല്ലെറിയാനോ നിന്നാൽ അങ്ങ് പശ്ചിമ ബംഗാളിൽ ഒരാൾ 864 ദിവസമായി ജയിലിൽ കഴിയുന്നുണ്ട്. ചെയ്തത് സെയിം ഒഫൻസാണ്. ഓർത്തിരിക്കുക, പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിനാണ്, നിങ്ങൾക്കാണ്.